2006 ജർമ്മൻ ലോകകപ്പ് ഫൈനൽ. ബെർലിനിലെ മങ്ങിയ വെളിച്ചമുള്ള രാത്രിയിൽ ലോകകപ്പ് കിരീടത്തിന് തൊട്ടരികിലൂടെ തലകുനിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നുപോയ ആ 10-ാം നമ്പർ ജേഴ്സിക്കാരനെ ഓർമ്മയില്ലേ? ഫ്രഞ്ച് ഫുട്ബോളിനോടും നീലക്കുപ്പായത്തോടും പറയാൻ ബാക്കി വെച്ച ആ കഥ പൂർത്തിയാക്കാൻ 2 പതിറ്റാണ്ടിനപ്പുറം അയാൾ മടങ്ങിയെത്തിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇതൊരു വൈകാരിക നിമിഷമാണ്. റയൽ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ ശേഷമുള്ള 5 വർഷത്തിനിടെ യൂറോപ്പിലെ മുൻനിര ക്ലബ്ബുകളിൽ നിന്ന് നിരവധി ഓഫറുകൾ വന്നിരുന്നു. എന്നാൽ അതെല്ലാം നിരാകരിച്ചത് ഈയൊരു നിമിഷത്തിന് വേണ്ടി മാത്രമാണ്. ദിദിയർ ദശാംസിൻ്റെ പിൻഗാമിയായി ഫ്രഞ്ച് പരിശീലക റോളിലേക്ക് എത്തിയ ശേഷം അയാളുടെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു: സിനദിൻ സിദാൻ. ആ പേരുണ്ടാക്കുന്ന പ്രകമ്പനം ഒട്ടും ചെറുതല്ല. 1998 ജൂലൈ 12 ഫ്രാൻസിലെ വിഖ്യാതമായ സ്റ്റേഡ് ഡെ ഫ്രാൻസ്. ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസ് ബ്രസീലിനെ നേരിടുകയാണ്. ഇരമ്പിയർത്ത് 80,000-ഓളം കാണികൾക്ക് മുന്നിൽ സിദാന്റെ എണ്ണം പറഞ്ഞ 2 ഹെഡർ ഗോളുകൾ. ബ്രസീലിനെ തോൽപ്പിച്ച് ഫ്രാൻസിന്റെ പ്രഥമ ലോക കിരീടം. ഫ്രഞ്ച് ഫുട്ബോളിലെ ചരിത്ര നിമിഷങ്ങളിലൊന്ന്. സാമ്പാപ്പടയെ നിലംപരിശാക്കി ഫ്രാൻസ് തങ്ങളുടെ ആദ്യ ലോക കിരീടത്തിൽ മുത്തമിട്ട രാത്രി പാരീസിന്റെ തെരുവുകളിൽ ഒരൊറ്റ മന്ത്രം മാത്രമേ ഉയർന്നു കേട്ടിരുന്നുള്ളൂ: മെയ്സി സിസു, നന്ദി സിദാൻ. പോയ ദിവസം പാരീസിലെ ഫ്രഞ്ച് ഫുട്ബോൾ ആസ്ഥാനത്ത് നടന്ന സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് ചില നാടകീയ നിമിഷങ്ങൾക്ക് കൂടിയാണ് സാക്ഷ്യം വഹിച്ചത്. സിദാന്റെ 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് വലിയൊരു ആരാധക കൂട്ടമാണ് ഓഫീസിന് പുറത്ത് അയാളെ കാത്തുനിന്നത്. അവർ അയാൾക്കായി ആരവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ഒരു മാനേജർ പ്രഖ്യാപനത്തിന് ഇത്രയധികം ഹൈപ്പ് ലഭിക്കുന്നതും ഇതാദ്യമായിരിക്കും. വാർത്താ സമ്മേളന ഹാളിൽ വൈകാരികമായി കാണപ്പെട്ടെങ്കിലും ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയാണ് സിസു വേദി വിട്ടത്. ദശാംസ് സെറ്റ് ചെയ്തു വെച്ച ബെഞ്ച് മാർക്കുകളെ മറികടക്കുക. പുതിയ റോളിൽ സിദാനെ കാത്തിരിക്കുന്ന പ്രധാന കടമ്പയും ഇതുതന്നെയായിരിക്കും. ഫ്രഞ്ച് ഫുട്ബോളിൽ ഉയർച്ചയുടെ 14 വർഷക്കാലമായിരുന്നു ദശാംസ് യുഗം. 2018 ലോകകപ്പും 2020-21 നേഷൻസ് ലീഗും അടക്കം സുപ്രധാന നേട്ടങ്ങൾ. 2022 ലോകകപ്പിലും 2016 യൂറോയിലും റണ്ണേഴ്സ് അപ്പായി. 187 മത്സരങ്ങളിൽ 122 വിജയങ്ങൾ, 32 സമനില. ദശാംസിന്റെ തുടർച്ചയാണ് ആഗ്രഹിക്കുന്നതെന്ന കൃത്യമായ സന്ദേശമാണ് ആദ്യ പ്രസ് മീറ്റിൽ തന്നെ സിദാൻ നൽകിയത്. അതേസമയം ദശാംസ് മാറി സിദാൻ എത്തുമ്പോൾ ഗെയിം ശൈലിയിലടക്കം മാറ്റമുണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ദശാംസ് പയറ്റിയ പ്രതിരോധത്തിലൂന്നിയതും പ്രാഗ്മാറ്റിക്കുമായ ശൈലിയിൽ നിന്ന് കൂടുതൽ അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് മാറ്റിയെടുക്കുക എന്നതാകും സിദാന്റെ പ്ലാൻ. താരനിബിഡമായ ഫ്രഞ്ച് സംഘത്തെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് മറ്റൊരു സുപ്രധാന ദൗത്യം. കിലിയൻ എംബാപ്പെ, ഒസ്മാൻ ഡെംബലെ, മൈക്കിൽ ഒലീസെ, ദിസേർ ദുവെ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന യൂറോപ്പിലെ ഏറ്റവും അപകടകാരികളായ അറ്റാക്കിംഗ് നിരയെ ഒരേ നൂലിൽ കോർത്തെടുക്കുക എന്ന വമ്പൻ ദൗത്യമാണ് സിദാനെ കാത്തിരിക്കുന്നത്. എന്നാൽ ബേണബ്യൂവിൽ അയാൾ ഇതൊക്കെ എത്രയോ കണ്ടതാണ്. സൂപ്പർ താരങ്ങൾ അണിനിരന്ന റയലിനൊപ്പം വിജയകരമായ ദൗത്യം പൂർത്തിയാക്കിയാണ് സിദാൻ ദേശീയ ഡ്യൂട്ടിയിലേക്ക് എത്തുന്നത്. ലോസ് ബ്ലാങ്കോസിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, ബെൻസേമ തുടങ്ങിയ താരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളാണ് അയാൾ റയൽ ഷെൽഫിലെത്തിച്ചത്. ഇതിഹാസ താരമെന്ന നിലയിൽ സിദാനോടുള്ള ആദരവ് ഡ്രസ്സിംഗ് റൂമിലടക്കം പ്രതിഫലിക്കും. താരങ്ങളെ നിയന്ത്രിക്കുകയല്ല, മറിച്ച് കളിക്കളത്തിൽ സ്വാതന്ത്ര്യം നൽകുന്ന ശൈലിയാണ് സിദാൻ പലപ്പോഴും ആവിഷ്കരിച്ചത്. എംബാപ്പെ അടക്കമുള്ള താരങ്ങളെ ഫ്രീ ആക്കി വിട്ട് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനാകും സിദാന്റെ ശ്രമം. എക്സ്പീരിയൻസ് താരങ്ങൾക്കൊപ്പം 2030 ലോകകപ്പ് മുൻനിർത്തി മികച്ച യുവതാരങ്ങളെ കെട്ടിപ്പടുക്കുക എന്നതും സുപ്രധാന ദൗത്യമായി മുന്നിലുണ്ട്. ഒരു പ്രത്യേക ഫോർമേഷന്റെ തടവറയിൽ ഒതുങ്ങുന്ന പരിശീലകനല്ല ഈ 84-കാരൻ. എതിരാളികളുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് തക്കം പാർത്ത് തിരിച്ചടിക്കുന്ന ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റിയാണ് സിദാന്റെ വൻ ആയുധം. ഞാനൊരു 10-ാം നമ്പർ കളിക്കാരനായിരുന്നു. ഗോളുകൾ അടിച്ചുകൂട്ടാനാണ് എനിക്കിഷ്ടം. സിദാൻ തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പന്ത് റിക്കവർ ചെയ്തയുടനെ വേഗത്തിൽ എതിർ ബോക്സിലേക്ക് കുതിക്കുന്ന ക്വിക്ക് ട്രാൻസിഷൻ കൗണ്ടർ അറ്റാക്ക് ശൈലിയും ഫ്രഞ്ച് ടീമിൽ സിദാന്റെ പ്രധാന ലക്ഷ്യമായി വിലയിരുത്തപ്പെടുന്നു. റയലിൽ കരീം ബെൻസെമയെ ഉപയോഗിച്ചതുപോലെ ഫ്രഞ്ച് നിരയിൽ എംബാപ്പയ്ക്ക് ഫ്രീ റോൾ നൽകിയാകും സിദാൻ മുന്നേറ്റ നിരയിൽ വിന്യസിക്കുക. റയലിലെ മോഡ്രിച്ച്, ക്രൂസ്, കസമിറോ ത്രയത്തെ ഉപയോഗിച്ച് മധ്യനിരയിൽ കളി നിയന്ത്രിച്ചതുപോലെ ഫ്രാൻസിൽ മികച്ചൊരു മിഡ്ഫീൽഡ് ത്രയവും സിദാന്റെ പ്ലാനിൽ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. സിദാന്റെ കീഴിൽ റയലിന്റെ മറ്റൊരു പ്രധാന മുന്നേറ്റം സെറ്റ് പീസുകളിലൂടെയുള്ള ഗോളുകളായിരുന്നു. ഫ്രാൻസ് നിരയിലേക്ക് വരുമ്പോൾ ഇത്തരം ഗോളുകൾ കൂടുതൽ ലക്ഷ്യം വെക്കുമെന്ന കാര്യവും തീർച്ചയാണ്. സെപ്റ്റംബർ 26-ന് തുർക്കിക്കെതിരായ നേഷൻസ് ലീഗ് പോരാട്ടത്തോടെ സിദാന്റെ ഈ പരീക്ഷണങ്ങൾക്ക് തുടക്കമാകും. അതിനുശേഷം 2028 യൂറോയും 2030 ലോകകപ്പും ലക്ഷ്യമിട്ടുള്ള സിദാന്റെ ദീർഘകാല തന്ത്രങ്ങൾ ഓരോന്നായി പുറത്തുവരും.